ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം കാത്തിരിപ്പിൻ്റെ നാളുകളായി 10 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും മണിക്കൂറുകളായി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14:8 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാഗ്ദത്ത വചനം നിറവേറുവാൻ വേണ്ടി ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിരുന്ന ഓർമ്മ, പ്രത്യേകിച്ച് സഹായകനും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവിനെ തരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാഗ്ദത്ത വചനം കാത്തിരിക്കുന്ന ശിഷ്യന്മാർ, നമ്മെ സംബന്ധിച്ചിടത്തോളം മാമോദിസായിലൂടെ നമ്മളിൽ രൂപപ്പെട്ട, നമ്മളിൽ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മുടെ ചെറുതും വലുതുമാകുന്ന പാപം വഴി നമ്മളിൽ നിന്ന് തണുത്ത് ഉറഞ്ഞു പോയതും നമ്മളിൽ നിന്ന് അകന്നു പോയതുമായ പരിശുദ്ധാത്മാവ് വീണ്ടും ഉജ്ജ്വലിക്കുവാൻ, മടങ്ങി വരുവാൻ, നാം പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ എന്നിൽ എഴുന്നള്ളി വരണമേ എന്നുള്ള ഹൃദയമന്ത്രം നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടേണ്ട മണിക്കൂറുകളാകുന്നു ഇത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 51 ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന്. പാപം നമ്മെ കാർന്നു തിന്നുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ആയതുകൊണ്ട് ചങ്കുപൊട്ടി ഏറെ അനുതാപത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എന്നിൽ തണുത്തുറഞ്ഞു പോയ പരിശുദ്ധാത്മാവ് വീണ്ടും കത്തിജ്വലിക്കുവാൻ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു അഭിഷേകമുള്ള വ്യക്തിത്വമായി മാറുവാൻ തക്കവിധം ഈ 10 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.